എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് ഞങ്ങൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് വളരെ രുചികരമായിട്ടുള്ള 2 പായസങ്ങളുടെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതുപോലെ അരവണ പായസം അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു പായസം എന്ന് പറയുന്നത് അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പായസം തയ്യാറാക്കാനായിട്ട് 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. 1 കപ്പ് സേമിയയ്ക്ക് 1/2 കപ്പ് സാബുനരി. അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്, എല്ലാ അളന്ന് എടുത്തിട്ടുള്ളത്. ഈ സേമിയ എടുത്ത അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് പഞ്ചസാര, 1 ലിറ്റർ പാല്, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്കാപ്പൊടി, ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ വേണം. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ഒരു പകുതി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ റെഡിയായി. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഈ സേമിയ കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നതാണ് നല്ലത്, കാരണം നന്നായിട്ട് ചൂടായിട്ടുള്ളതാണ്. പിന്നെ സേമിയ ഇപ്പോൾ മിക്കവാറും ഫ്രൈ ആയിട്ടുള്ള സേമിയ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാലും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. സേമിയ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളവും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് സാബുനരി ചേർക്കാൻ വേണ്ടിയിട്ട്. പാല് വെള്ളം കൂടെ ഒഴിച്ചിട്ടുള്ളത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാബുനരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാബുനരി നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതൊന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി സേമിയ കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലില്ലെങ്കിൽ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. കാരണം നമ്മളിതിങ്ങനെ ഇളക്കി എടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. കാരണം ഈ പഞ്ചസാര ഒന്ന് വരട്ടിയെടുത്തിട്ട് അതിനുശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതാണ് ആ പായസത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. കാരണം വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു പാലിൽ ആ സേമിയ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അതൊക്കെ മേലെ തന്നെ വന്ന് കിടക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ പാല് മേലെയും ഈ സേമിയൊക്കെ താഴെയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ വരട്ടിയെടുത്തിട്ട് മാത്രം പാലൊഴിച്ച് കൊടുക്കുക.
ഇപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാകും. ആ പാത്രത്തിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പാത്രത്തിൻ്റെ അടിവശം കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പാല് മുഴുവനായിട്ടും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കിനി ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വയ്ക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് വന്നതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇത്തിരി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഈ പായസത്തിലെ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ പാലിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കാരണം ഇതിലും കട്ടിയായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അത് തണുത്ത് വരുമ്പോഴേക്കും കൂടുതൽ കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു ലെവലായതുകൊണ്ട് തന്നെ കുറച്ച് തണുക്കുമ്പോഴേക്കും ഇത്തിരി ഒന്ന് കട്ടിയാവും, അത്ര മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കുടിക്കാനുള്ള ഒരു കറക്റ്റ് പാകമായിരിക്കും. ഉണ്ണി എന്നാ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ? പായസം കുടിക്കാനാ? കുടിച്ചു നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. സൂപ്പർ. ഉണ്ണി എങ്ങനെയുണ്ട്? ഉണ്ണി കുറച്ച് തണിയട്ടെ, ഇത് കുടിക്കാം.